പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ സെമിനാർ ഹാളാണിത്. 3 വിഷയങ്ങളിലാണ് പ്രധാനമായും സെമിനാർ നടക്കുന്നത്. ഇപ്പോൾ പ്രതിനിധികൾ എല്ലാവരും ഈ സെമിനാർ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നലെ സംഘാടകർ വ്യക്തമാക്കിയത് 3 വിഷയങ്ങളിൽ നടക്കുന്ന ഈ ഒരു സെമിനാറിൽ 1000-ഓളം പേർ പങ്കെടുക്കും എന്നാണ്. പക്ഷേ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം 1000-ലധികം പേർ ഇപ്പോൾ തന്നെ ഈ 3 വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഈ 3 സെമിനാറുകൾക്ക് ശേഷമായിരിക്കും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശബരിമല സംരക്ഷണ സംഗമം നടത്തുക. അത് പക്ഷേ ഈ ഒരു ഓഡിറ്റോറിയത്തിലല്ല, അത് പന്തളത്ത് തന്നെ മറ്റൊരു തുറന്ന സ്ഥലത്താണ് ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത്. അതിൽ 20,000-ഓളം പേരെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ 10,000 പേരോളം എത്തുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ സെമിനാർ നടക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയത്തിൽ സീറ്റുകളെല്ലാം തന്നെ നിറഞ്ഞിട്ടുണ്ട്. പരമാവധി ഭക്തരെ ഇവിടേക്ക് എത്തിക്കുക എന്നാണ് ലക്ഷ്യമിടുന്നതെന്ന് ശബരിമല സംരക്ഷണ സമിതിയുടെ ഈ ഒരു പരിപാടിയുടെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കൂടിയാണ് ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പമ്പയിൽ ഒരു സംഗമം നടത്തിയിരുന്നു, ആഗോള അയ്യപ്പ സംഗമം. ഇന്നിപ്പോൾ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നു. അങ്ങയുടെ നോട്ടത്തിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശബരിമല ഭക്തരാണ് ശബരിമല വരേണ്ടത്. ഭക്തർ വരുന്ന സംഗമമാണ് ഇന്ന് പന്തളത്ത് നടക്കുന്നത്. ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ പതിഞ്ഞ ഭൂമിയാണ് പന്തളം. ഇവിടെയാണെന്ന് ഈ യഥാർത്ഥ ഭക്തരുടെ സംഗമം നടക്കുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് നടന്നത് ഭക്തരുടെ സംഗമമല്ല, അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തരികിട സംഗമമായിരുന്നു. കുറെ ഉദ്യോഗസ്ഥന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൊണ്ട് നിരത്തിയാൽ അത് ഭക്തരുടെ സംഗമമാകുമോ? പ്രമുഖ വ്യക്തിത്വങ്ങളുടെയൊക്കെ നിലപാടുകളും അഭിപ്രായങ്ങളും ഈ രീതിയിലാണ്. ഏതായാലും ഇപ്പോൾ ഈ ഒരു സെമിനാറുകൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികളാണ് ഈ കാണുന്നത്. സംഘാടകർ നേരത്തെ അറിയിച്ചിരുന്നത് 1000-ഓളം പ്രതിനിധികൾക്ക് മാത്രം, അത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മാത്രം എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ 1000-ലധികം ആളുകൾ ഇപ്പോൾ ഇതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങും ഒപ്പം തന്നെ ഈ സെമിനാറിലും പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എല്ലിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.